എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താകും. ഭരചന്ദ്രനാണെന്ന്. ഭരചന്ദ്രന് എന്താ കുഴപ്പം? ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര IPS കാരനാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കും. ടേക്ക് ആൻ ഓഡിറ്റ്, നോട്ട് ജസ്റ്റ് മലയാളീസ്. നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോണ്ടെക്സ്റ്റുവൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ലേ. ഞാൻ എന്താ പറഞ്ഞത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, കോ ഫൗണ്ടേഴ്സ് ഉണ്ടാവാം, പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ്. ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ്. അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യംഗ്യം പോലും അതിൽ ഇല്ല. ഇത് തീർത്ത് പറഞ്ഞു. ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ കോലാഹലങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ തലയിൽ. ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല, വിലക്കെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇതുവരെ. എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ 99% ഉപദേശവും ഞാൻ റെസ്ട്രിക്ട് ചെയ്യണമെന്ന് ഞാൻ ഈ നിമിഷവും പറയുന്നു. അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങൾ എൻ്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ എന്നെ കാണൂ. ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ആ നിലയിലേക്ക് മാധ്യമപ്രവർത്തനം നിങ്ങൾ നടത്തിക്കോളൂ. അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും. ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല. എന്നെ മനഃപൂർവ്വം ഭരിച്ചവേ. എന്റെ പ്രസ്ഥാനം നല്ല കണ്ടലുറപ്പുള്ള, നല്ല അന്തസ്സുള്ള പ്രസ്ഥാനം എന്ന് ലോകത്തെ കൊണ്ട് പറയിച്ച്, ഭാരതീയരെ കൊണ്ടല്ല, ലോകത്തെ കൊണ്ട് പറയിച്ച ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ അന്തസ്സ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ്. അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ. പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്താകും. എന്റെ പേഴ്സണൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇസ് പ്യുവർ. ഫ്രീഡം ഓഫ് സ്പീച്ച് വിൽ ബി കെപ്റ്റ് പ്യുവർ. അതെന്റെ വാഗ്ദാനം. ബട്ട് ഡിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് ഐഡിയ, ഇന്റന്റ് ഓർ സ്പീച്ച് cannot be accepted. I will not block you, but I will sway away from you or move away from you. Don't create that situation, please. It is my ardent request. Please. There is no room for such, whatever you may call it, such filter. വളരെ ആത്മാർത്ഥമായി പറയുന്നു. എന്നാ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന നിരവധി ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിൽ. അവരെയും ഞാൻ ഒരേ പ്ലാറ്ററിലെ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങനെ സ്വീകരിക്കും. ഉന്നം വച്ച ചോദ്യങ്ങൾ വരുമ്പോൾ, ഉദ്ദേശം വച്ചുള്ള ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു സ്റ്റിങ് ഞാൻ അടിക്കും. അതെന്റെ കണ്ടലിന്റെ ബലമാണ്. അത് ഞാൻ ഭരചന്ദ്രനിലൂടെ സ്വാംശീകരിച്ച ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ അയാൾ എപ്പോഴും സിനിമയിൽ നടക്കി വന്നിട്ടുണ്ട്. ഭരചന്ദ്രനാണെന്ന്. ഭരചന്ദ്രന് എന്താ കുഴപ്പം? ഭരചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര IPS കാരനാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കും. ടേക്ക് ആൻ ഓഡിറ്റ്, നോട്ട് ജസ്റ്റ് മലയാളീസ്. യു ഡു ആൻ ഓഡിറ്റ് കൺട്രി വൈഡ്. ഞാൻ അഭിമാനിക്കുന്നു
നിങ്ങളത് പറയുന്നു. പക്ഷെ അതിന്റെ വ്യംഗ്യം നല്ല മനുഷ്യർക്ക് മനസ്സിലാവും, എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും. അതുകൊണ്ട് creative efforts should be at least should not be damaging with a political intent which is not at all your right. Your responsibility is to the people through the fourth pillar. You cannot carry a political intent or you make it loud. Then I will take you on a separate plan. I hope this revelation or declaration will not pain you. Thank you.